ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തെങ്ങോല പഞ്ചായത്തിലെ 22-ാം വാർഡായ പാലായിക്കുന്നിലാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസിനോട് ചോദിക്കാം. ഇരുപത്തിരണ്ടാം വാർഡിൽ മില്ലുംപടി പ്രദേശത്താണ്. അപ്പോൾ ഇത് ഓണംകുളം ഊട്ടിമറ്റ റോഡിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ അപ്പുറത്തെ വാർഡിൽ നിൽക്കുമ്പോൾ പോലും സാധ്യമായ ഇടപെടൽ നമ്മൾ നടത്തി വന്നതാണ്. പക്ഷേ ഇത് പൂർണ്ണ തോതിലേക്ക് ആക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പല ഫണ്ടുകളും ലഭ്യമാക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇത് BMPC നിലവാരത്തിൽ നല്ല രീതിയിൽ ഏറ്റവും മനോഹരമായ നിലയിലാക്കി മാറ്റാനുള്ളൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പാണ് നമുക്കിവിടെ പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വാർഡുകളുടെ ഒരു സംഗമ സ്ഥലമാണ്. അപ്പോൾ നമ്മളുടെ പാലായിക്കുന്ന് വാർഡ് നമ്മൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന പാലായിക്കുന്ന് വാർഡിൻ്റെ തുടക്കമാണിത്. അത് ഒപ്പം തന്നെ എൻ്റെ കഴിഞ്ഞ കാലത്തെ 23-ാം വാർഡിൻ്റെലേക്കുള്ള ഒരു റോഡാണ്. അപ്പോൾ ഇത് ശാലയം പുളിയാമ്പള്ളി തോട്ടാപ്പാടമ്പടി റോഡാണ്. അപ്പോൾ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ശാപമായിരുന്നു നമ്മുടെ ഈ പ്രദേശത്തുകാർക്ക്. ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി തള്ളിക്കളഞ്ഞ ഈ റോഡ് ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ 3 ഘട്ടങ്ങളായിട്ടാണ് 3 ഘട്ടങ്ങളായിട്ട് 1.25 കോടി രൂപ സർക്കാരിൽ നിന്ന് റണ്ണിങ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി വളരെ മനോഹരമാക്കി വീതി കൂട്ടിയെടുത്ത് പൂർണ്ണമായിട്ടും ടാറിങ് നടത്തി സഞ്ചാരയോഗ്യമാക്കി എന്നുള്ളതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ പ്രദേശത്തിന് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. എല്ലാവരുടെയും സഹകരണം അതിനകത്തുണ്ടായിട്ടുണ്ട്. റോഡ് മാത്രമല്ല, റോഡിൽ രാത്രിയും പകലും എപ്പോഴും ഇപ്പോൾ രാവിലെ എക്സസൈസ് ചെയ്യുന്നത് ഈ റോഡിൽ കൂടെ അപ്പം അത്രയ്ക്ക് സഞ്ചാരയോഗ്യമാക്കി. ഇവിടുത്തെ ലൈറ്റൊന്നും അങ്ങനെ ശരിക്കും പ്രവർത്തനം ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലൈറ്റ് ഉണ്ട്, സോളാർ ലൈറ്റ് ഉണ്ട്, എല്ലാ ലൈറ്റും ഇപ്പോൾ ഒക്കെയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള യോഗ്യത ഈ റോഡിനിപ്പോൾ ഉണ്ട്. തെങ്ങോല ഗ്രാമപഞ്ചായത്ത് 23-ാം വാർഡിൻ്റെ ഒരു LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ഞാൻ മത്സരിക്കുകയാണ്. 2015-20 കാലഘട്ടങ്ങളിൽ ഞാൻ ഇവിടുത്തെ ഒരു മെമ്പറായിരുന്നു. അന്ന് തുടങ്ങി വെച്ച പല പദ്ധതികളും എൻ്റെ തുടർച്ചക്കാരനായിട്ട് വന്ന അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസിന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. എന്നാൽ ഞാൻ 5 വർഷം ഇരുന്ന സമയത്ത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് പാർപ്പിടം, ജലം, അങ്ങനെ ശുദ്ധവായു, അതിന് വേണ്ട എന്നാൽ കഴിയുന്ന എല്ലാ സഹകരണവും നൽകി. വീടുകളില്ലാത്ത 10-12 ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി 12ഓളം വീടുകൾ എനിക്ക് കൊടുക്കാൻ സാധിച്ചു. ഞാൻ നിർത്തിവെച്ചത് വളരെ മനോഹരമായിട്ട് മെമ്പർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനിയും ഞാൻ ജയിച്ച് ഇവിടെ മെമ്പറായിട്ട് വന്നാൽ ഇതിൻ്റെ ബാക്കി പൂർത്തീകരണം എന്ന നിലയിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനവും എന്നിൽ നിന്നുണ്ടാകും. ജനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും എന്നിൽ നിന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പാടശേഖരം നമ്മൾ മണ്ണിനെ അറിയുന്ന ബേസിലായി മാറ്റിയിരിക്കുകയാണല്ലോ ഇവിടെ. എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് കർഷകരുടെ ഒപ്പം മണ്ണിനെ അറിയുന്ന ബേസിൽ ഈ പാടശേഖരത്ത് കുറേയേറെ ടെക്നോളജികൾ, അതായത് പുതിയ ചെളി വരാത്ത സൈഡുകൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. എന്താണ് നമുക്കൊരു ഇത് തെങ്ങോലയിലെ തന്നെ ഒരു കൃഷി നിൽക്കുന്ന, പച്ചപ്പ് നിലനിൽക്കുന്ന ഒരു അപൂർവം സ്ഥലങ്ങളിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല പച്ചപ്പ്, നല്ല ഒരു അത് ശാലയം പാടശേഖരമാണ്. ശാലയം നെടുങ്ങോട്ട് പാടം, പാറപ്പുറത്ത് താഴം, മേളിലേക്ക് പോയാൽ തുമ്മാരൂടി താഴം, ഇങ്ങനെയായിട്ടൊരു 200 ഏക്കറോളം ഇങ്ങനെ കിടക്കുന്ന ഒരു പാടശേഖരമാണിത്. അപ്പോൾ ഈ പാടശേഖരത്ത് ഒരു കർഷകരുടെ ഒരു വിജയമാണിത്. തെങ്ങോലയുടെ ഒരു പാടശേഖരം. അതെ, തെങ്ങോലയിലെ ഏറ്റവും മനോഹരമായ, നമ്മളുടെ എല്ലാം മനസ്സിൽ എപ്പോഴും ഈ പാടത്തിന്റെ സൈഡിലൂടെ ആലിഞ്ചോടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഏറ്റവും നമുക്ക് മനസ്സിന് കുളിർമ തോന്നുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു എഫേർട്ട് ഇവിടെ എല്ലാം പലരും പാട്ടത്തിനെടുത്ത് ഒക്കെ കൃഷി ചെയ്തു വരികയാണ്. അപ്പോൾ ഇപ്പോഴും ഈ കാർഷിക സമൃദ്ധി ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതിനോട് ചേർന്നുള്ള ഈ തോടിൻ്റെ വരമ്പ് അത് ബണ്ട് ഇടിഞ്ഞ് വെള്ളം വരുന്ന ഒരു മണ്ണൊലിപ്പ് മൂലം
മണ്ണൊലിപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കൃഷി ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇതിലൂടെ നടക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ. ഇത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു വലിയ തൊഴിൽ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്ന എന്താണ് ഇതിലോട്ട്, അതായത് എങ്ങനെയാണ് ഇത് നമ്മൾ ഈ ഒരു ഇതിലോട്ട് എത്തി അതിലേക്ക് വരുന്നത്? ഏറ്റവും നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിൽ എത്രയോ സഹോദരിമാർ പണിയെടുക്കുന്നു. സഹോദരങ്ങൾ ആരാണ് ഇതിന്റെ ഇത് ആദ്യം പറഞ്ഞതാരാ? നമ്മൾ ഇത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ആലപ്പുഴ സൈഡിലൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ തൊഴിലുറപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിർവഹിക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ളവർ, ഹരിത അടക്കമുള്ളവർ. അപ്പോൾ ഈ പദ്ധതി പലരും എടുക്കുമ്പോൾ ഇത് ചെയ്യാൻ തയ്യാറല്ല എന്ന് എന്നോട് പറഞ്ഞു. പല വാർഡുകളിലും ഇത് ചെയ്യാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതെന്തുകൊണ്ട് നമുക്കിവിടെ ചെയ്താൽ ഈ പാടശേഖരം, അതുപോലെ തന്നെ ഈ നടവരമ്പ്, തോടിറമ്പ് ഇതെല്ലാം വളരെ ഭംഗിയാക്കാൻ കഴിയും, തൊഴിൽ കൊടുക്കാൻ കഴിയും, ഈ കാർഷിക സമൃദ്ധി നിർത്താൻ കഴിയും എന്നതിനെ പറ്റിയിട്ട് ബോധ്യം വന്നപ്പോഴാണ്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന സാനി ചേച്ചി അടക്കം ഇവിടെ പാടശേഖരത്ത് കൃഷി ചെയ്യുന്നയാളാണ്. അവർക്കിവിടെ പാടശേഖരത്ത് അവരെല്ലാം കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആലപ്പുഴയിൽ കണ്ട കാഴ്ച നമ്മൾ വെങ്ങോലിൽ പ്രാവർത്തികമാക്കി. ഇനി നമുക്കിത് തൊട്ടടുത്ത സ്ഥലത്തോട്ട് നമ്മൾക്കിത് എത്തിക്കണം. അത് തൊട്ടടുത്ത് ഇനി അടുത്ത 22-ാം വാർഡിലോട്ട് നമ്മൾ എത്തിക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? 22-ാം വാർഡിൽ നിരവധി പാടശേഖരങ്ങൾ, ജലാശയങ്ങൾ, തോടുകളെല്ലാം ഉള്ള വളരെ ഒരു കാർഷിക ഭൂമികയാണത് 22-ാം വാർഡ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ, ഞാൻ അവിടെ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടെ ജോലി കുറവുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട നിലയിൽ എല്ലാവരും കൂടി സഹകരിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ അവിടെ നടപ്പാക്കാവുന്ന കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിമനോഹരമാക്കി എടുത്ത് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇനി ഇങ്ങനെ താല്പര്യമുള്ള ഒരാളായിരിക്കണം നമുക്ക് വരുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് നിലനിർത്താനായിട്ട് ഒത്തിരി നമ്മുടെ മെമ്പർ അതിന് ഒരുപാട് പരിശ്രമിക്കുന്ന ആളാണ്. കാരണം അത് നിലനിൽക്കണം, പോകണം എന്ന് എപ്പോഴും പറയാറുള്ള ആളാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് താല്പര്യമുണ്ട്. നന്നായി വളരെ ചെയ്ത്. പിന്നെ ഇത് ഈ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കെട്ടാനുള്ള കൂടുതൽ സംവിധാനം ഏതെങ്കിലും കാലത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമാണ്. നമ്മൾ സൈഡ് കെട്ടി നല്ല രീതിയിൽ നമ്മൾ ജലം ഒന്ന് പോകണം. അതായത് നമ്മുടെ പാടത്തേക്കും കൂടി വെള്ളം വരും. അതെ 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 അതാണ്. അത് ഈ പാടം അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവൻ പോകണോടത്തോളം കാലം കൃഷി ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ പറ്റണോടത്തോളം കാലം അതിങ്ങനെ നിന്നാൽ ഈ പരിസ്ഥിതിയും ഈ പ്രദേശവും നല്ല ഭംഗി, നല്ല ഇതായിരിക്കും. അത് നിലനിർത്താനുള്ള ഒരാളുണ്ടായാൽ മതി. റോഡ് ഇപ്പോൾ പറഞ്ഞില്ല, വളരെ കുണ്ടും കുഴിയായിട്ട് കിടന്നത് ഇന്ന് നല്ല രീതിയിൽ പോകാത്ത രീതിയിൽ അത് ഉള്ള വീതി മുഴുവൻ എടുത്ത് ചെയ്തിട്ടുണ്ട്. ബേസിൽ ഞങ്ങളുടെ വാർഡിൽ നിന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നാണ്. അപ്പോൾ വഴിയും പിന്നെ ഇപ്പോഴാണെങ്കിൽ വരപ്പൊക്കെ കയറി വെച്ച് റെഡിയാക്കി കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് പാടത്തേക്ക് ഇറങ്ങുന്ന വരമ്പ് കയറ് പാവിരിച്ചിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത്. മണ്ണൊലിച്ചു പോകാണ്. നമുക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്താണ്? ഗുണം എന്താണെന്ന് വെച്ചാൽ നടവരമ്പ് നന്നായിട്ട് കിടക്കും. ആൾക്കാർക്ക് നോർക്കം നടക്കാം. അല്ലാത്തവർക്ക് മണ്ണൊലിച്ചു പോകാതെ വരമ്പായിട്ട് തന്നെ എപ്പോഴും ഉണ്ട്. പേര് ജോർജ്. ഇത് പാടം ചേട്ടൻ്റെയാണ്? ഈ പാടം എൻ്റെയാണ്, ഈ വീടും എൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള തോടാണ് നമുക്ക് ശരിയായി കിട്ടിയത്. ഇതാകെ കാട് പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു. അത് നല്ല രീതിയിൽ എല്ലാവരും നല്ല വീതി കൂട്ടി ഇത് വഴി തോട് പോകുന്നത് നമ്മുടെ കോർട്ടിലേക്കാണ്. ആ കോർട്ടിലേക്ക് മൊത്തം ചെയ്യാൻ കുറച്ച് ബാക്കിയുണ്ട്. അത് അടുത്ത് തന്നെ ചെയ്തു തരും. പക്ഷേ ഈ നടപ്പാത കിട്ടിയോടുകൂടി ഇവിടുത്തെ കോർട്ടിലേക്ക് പിള്ളേർക്ക് നടന്നു പോകാനൊക്കെ ഒരു സൗകര്യം. നല്ലൊരു കാഴ്ചയാണ് ഇതിൽ. അതായത് അത്യാധുനിക രീതിയിലുള്ള ഇത് എത്ര നല്ല മനോഹരമായി. മുമ്പ് കിടന്നിരുന്നാൽ ആർക്കും നടക്കാൻ പറ്റില്ലായിരുന്നു, കാട് പിടിച്ചെടുക്കായിരുന്നു. ചെളിയാവൂല, നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. നെൽപ്പാടം മാത്രമല്ല, ആ പറമ്പിൽ നടാനുള്ള വിത്തുകളെല്ലാം ബേസിൽ മുഖാന്തരമാണ് കൂടുതൽ വിത്തോടെ എനിക്ക് കിട്ടിയത്. അതാണ് ബേസിലിന്റെ ആ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതാണ്. രാഷ്ട്രീയപരമായിട്ട് മണ്ണിനെ അറിയുന്ന ബേസിലായിരുന്നു. അതെ, അതാണ്. അതുപോലെ തെങ്ങിന്റെ സംരക്ഷണത്തിനും ഭയങ്കരമായിട്ട് സഹായിച്ചു. ഇപ്പൊ തന്നെ ഈ പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി ബേസിലാണ് മുൻകൈ എടുത്തത്. തെങ്ങ് ഒരുക്കാനും തെങ്ങിൽ മരുന്നിടാനും
പഞ്ചായത്തിൽ നിന്ന് വളരെ സഹായം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ മാസം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അതെല്ലാം പാസ്സാക്കി തന്നത് ബേസിലിൻ്റെ ഇതോടു കൂടിയാണ്. വെങ്ങോലയിൽ 23-ാം വാർഡിൽ കണ്ടൊരു കാഴ്ചയാണ് നല്ല അടിപൊളി സോളാർ ലൈറ്റ് അല്ലേ ബേസിൽ കുര്യാക്കോസ്? നമ്മളെ വികസന കാഴ്ചപ്പാട് നമ്മൾ ഒരു സൗരോർജം ഇങ്ങോട്ടേക്ക് നമ്മൾ നിരത്തേക്ക് നമ്മൾ അടുപ്പിച്ചിരിക്കുക രാത്രി അല്ലേ? അതെ, നമ്മുടെ ഒരു തീമായിരുന്നു സോളാർ ലൈറ്റുകൾ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്തൊരു റോഡാണ്, ഇലക്ട്രിക് പോസ്റ്റുകളില്ല. അപ്പോൾ വലിയൊരു ഇരുട്ട് നേരിടുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ സൗരോർജത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അങ്ങനെ 7 ലൈറ്റുകൾ നമുക്കിവിടെ ഒരു 2,30,000 രൂപ അതിലേക്ക് വേണ്ടിയിട്ടൊരു ഫണ്ടാണ് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് അതൊരു തീമായിട്ട് എടുത്തുകൊണ്ട് ഇപ്പോൾ താമരച്ചിറയുടെ കരയിലും 2 ലൈറ്റുകൾ, ചുണ്ടമലയുടെ മുകളിൽ ഒരു ലൈറ്റ്. അപ്പോൾ അവിടെയൊന്നും ഒരിക്കലും ലൈറ്റ് വരുന്ന സ്ഥലമല്ല, കാരണം ഇലക്ട്രിക് പോസ്റ്റ് ഇല്ല. അപ്പോൾ JCB എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ലൈറ്റ് എത്തിച്ചു എന്നതാണ് നമ്മളെ അലങ്കാരമായി നമ്മുടെ റോഡിന്റെ ഒരു അലങ്കാരമാണ്. ചുണ്ടമലപ്പുറത്ത് വെങ്ങോല പഞ്ചായത്തിന്റെ അഭിമാനമായി മാറിയ ക്രെമിറ്റോറിയം അഥവാ പൊതു ശ്മശാനം അതിലാണ് നമ്മളുള്ളത്. ഈ ക്രെമിറ്റോറിയം കാത്തുസൂക്ഷിപ്പുകാരൻ ബിജു ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ബിജു ചേട്ടനോട് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് വിശേഷമെന്ന് ചോദിക്കാം. ബിജു ചേട്ടൻ, നമ്മൾ പിന്നെ വെങ്ങോല പഞ്ചായത്ത് കൂട്ടായ ഒരു ഇതാണ്, വിജയമാണിത് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കാര്യം നമുക്ക് എന്ത് പറഞ്ഞാൽ എന്താണ്? ഇത് ആദ്യകാലങ്ങളിൽ ഇത് നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബോഡി അടക്കാൻ വരുമ്പോൾ വേണ്ടത്ര കുഴി താത്താണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് മാന്തിയൊക്കെ കുഴിച്ചിട്ടിട്ട് പോവും. ആ പോലീസുകാരെ കൊണ്ടുവരുന്ന ബോഡിയും അജ്ഞാത ബോഡികളൊക്കെ അത് ഈ പറമ്പ് മുഴുവൻ കാട് പിടിച്ചെടുക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ വാർഡ് മെമ്പറുടെ പരിശ്രമം കൊണ്ട് ഈ കാടൊക്കെ വെട്ടിത്തെളിപ്പിച്ചു. ഭംഗിയായ രീതിയിൽ കുറേ ഇതൊക്കെ പുല്ലും ഇതൊക്കെ ഉണ്ടായിരുന്നു, വെട്ടിത്തെളിപ്പിച്ച് ക്ലീനാക്കി. അതിനുശേഷം ഈ ക്രെമിറ്റോറിയംയുടെ സാനിച്ചേച്ചി മുതൽ ധന്യാലജു പ്രസിഡൻ്റായിരുന്നപ്പോൾ മുതൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണതാണ്, ഫോളോ അപ്പ് വർക്ക് നടന്നുകൊണ്ടിരുന്നതാണ്. ബേസിൽ മെമ്പറായി വന്നു കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനം, അമീദ് ഖാ, ഷിഹാബ് അവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനം നല്ല രീതിയിൽ വന്നു. ബേസിൽ ഇതിൻ്റെ പുറകെ ഫോളോ അപ്പ് ചെയ്ത് ഇതിന് കുറെ കാര്യങ്ങൾ അധികം വർക്ക് ചെയ്യിച്ച് വാർഡിലുള്ള കാര്യങ്ങൾക്ക് എന്തായാലും മെമ്പർ മുന്നിട്ട് ഇറങ്ങി എല്ലാ കാര്യത്തിലും ഇവിടെ വരികയും നമ്മളായിട്ട് സംസാരിക്കുകയും അതിൻ്റെ പണികൾ ഏറ്റവും ദ്രുതഗതിയിലാക്കുകയും. അപ്പം ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു. JCB ഞാൻ തൊട്ടടുത്ത കൃഷ്ണറിലെ മാനേജരാണ്. JCB കൊണ്ടുവന്ന് ബോഡി എപ്പോൾ വന്നാലും മെമ്പർമാരെ എന്നെ വിളിക്കും, പഞ്ചായത്തിൽ നിന്ന് വിളിക്കും, ബേസിൽ വിളിക്കും, ചേട്ടാ അതൊന്ന് ശരിയാക്കി കൊടുക്കണം, ഇത് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ കുഴി താത്താൻ ഇടമില്ലാണ്ടായി. അതിന് മാത്രം ബോഡികളിലൂടെ നമ്മൾ കുഴിയാത്തി അടക്കി കഴിഞ്ഞു. അപ്പോഴത്തേക്കും ബേസിൽ പറഞ്ഞു, ചേട്ടൻ എന്തായാലും അധികം നാൾ വിഷമിക്കേണ്ടി വരില്ല, എൻ്റെ ഈ കാലാവധി തീരണക്കാൻ മുമ്പ് ഇത് ഞാൻ എന്തായാലും ഇത് ശരിയാക്കിയിരിക്കും എന്നൊരു ഉറപ്പ് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അജ്ഞാത മൃതദേഹങ്ങൾ ഒരുപാട് ഉറങ്ങുന്ന സ്ഥലമാണിത്. കാരണം എറണാകുളം ജില്ലയിലെ തന്നെ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള എവിടെ അജ്ഞാത മൃതദേഹങ്ങൾ മറ്റേ ജലാശയങ്ങളിൽ വീണ് അറിയാതെ കിടക്കുന്നതെല്ലാം പോലീസ് വിളിക്കുന്ന ഈ പഞ്ചായത്തിലേക്കാണ്. കാരണം ഇതിന് ഇവിടെ എങ്ങും വേറെ സ്ഥലങ്ങളില്ല, ജില്ലയിലെങ്ങും വേറെ സ്ഥലങ്ങളില്ല. അപ്പോൾ എത്രയോ മെഡിക്കൽ കോളേജുകളിൽ നിന്നെല്ലാം ബോഡി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അജ്ഞാത മൃതദേഹങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ചുണ്ടമലയുടെ ഈ ക്രിമിറ്റോറിയം ഇരിക്കുന്ന ഈ ഒരു 60 സെന്റ് സ്ഥലം വരുന്ന പ്രദേശം. അപ്പോൾ ഇവിടെ മുമ്പ് ഇവിടെ ബിജുചേട്ടൻ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം ഈ കുഴി താത്തിയെടുത്ത് ഇത് ചെയ്യുന്നത് ഇവരായിരുന്നു. അപ്പോൾ ഇത് വലിയ ഒരു ദീർഘനാളത്തെ പല മാറി വരുന്ന ഭരണസമിതികൾ ആശയം മുന്നോട്ട് വെച്ചെങ്കിലും ഇത് നടപ്പാവാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവപ്പ് നാടകളെല്ലാം അഴിച്ച് ആദ്യത്തെ കമ്മിറ്റിയിൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് വെക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയും അതിനു വേണ്ടിയിട്ട് ഒരു വലിയ ശ്രമം നടത്തുകയും അതിന്റെ ഒരു സാക്ഷാത്കാരം ഭരണസമിതി പൂർത്തീകരിച്ചു. അത് ഞാൻ ഒരിക്കലും എന്റെ മാത്രമൊന്നും അവകാശപ്പെടുന്നില്ല, കൂട്ടായ പരിശ്രമമാണ്. അതെ, ചെയ്ത് തീർക്കാനും സാധിച്ചു എന്നുള്ള വലിയൊരു സന്തോഷമാണ് ഈ അവസരത്തിലുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് പോഞ്ഞാശ്ശേരി ബസേലിയോസ് കുരിശ് അറക്കപ്പടി റോഡിൻ്റെ മൈദ കമ്പനി ജംഗ്ഷനാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളൊരു മാറ്റം സംഭവിച്ച ഒരു പ്രദേശമാണ്, ഒരു ഏരിയയാണിത്. കാരണം ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടക്കാൻ പോലും കഴിയാതെ ഏറ്റവും തകർന്നു കിടന്ന വെങ്ങോലയിലെ ഈ പ്രദേശത്തെ ജനങ്ങളെ വട്ടം കറക്കിയ
ഒരു റോഡാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 4 ഘട്ടങ്ങളായിട്ടാണ് ഇതിലേക്ക് ഫണ്ട് ലഭ്യമാക്കിയെടുത്തത്. ഈ നിൽക്കുന്ന ഭാഗം 25 ലക്ഷം രൂപയുടെ ഒരു RC വർക്ക് 2 വർഷം മുമ്പ് ചെയ്തു. അംഗൻവാടിയുടെ ഭാഗത്ത് സാനി യൗഗൻ മെമ്പറായിരിക്കുമ്പോൾ 8 ലക്ഷം രൂപയുടെ കട്ട വിരിച്ചു. പിന്നീട് നമ്മളുടെ അഗാപ്പയുടെ മുൻഭാഗത്ത് 25 ലക്ഷം രൂപയുടെ RC വർക്ക്. ഇതെല്ലാം ഒറ്റ നമുക്കൊരു ഫണ്ട് ലഭ്യമാകാത്തതിനെ തുടർന്ന് ഇത് സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും എല്ലാം നിരന്തരം ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പീരീഡിൽ ഇത് മുഴുവൻ പണിയും തീർത്ത് ബസേലിയോസ് കുരിശ് മുതൽ ചിത്രപ്പുഴ റോഡ് വരെ 6 മീറ്റർ വീതിയിൽ, ഈ ജംഗ്ഷനൊക്കെ 8 മീറ്റർ വീതിയുണ്ട്. വലിയ നിലയിൽ ഇതിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് വെങ്ങോലയിൽ തന്നെ ഇത്തരത്തിലേക്കുള്ള ഒരു റോഡ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കേരള മാതൃക എന്നുള്ള നിലയിൽ നമുക്ക് കാണിക്കാവുന്ന റോഡുകളായിട്ട് 23 വാർഡിലെ റോഡുകളെ മാറ്റി. അതിനുവേണ്ടി ഒരു 3 കോടി രൂപയ്ക്ക് മേലെ സർക്കാരിൻ്റെ റണ്ണിങ് കോൺട്രാക്റ്റിൽ നിരത്ത് വിഭാഗം പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിവിധ ഘട്ടങ്ങളായിട്ട് നമ്മൾക്ക് നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വെങ്ങോലയിലുള്ള താമരച്ചിറയിലാണത്. അപ്പം അവിടെ എത്തിയപ്പോൾ നമുക്ക് അവിടെയുള്ളൊരു നമ്മളെ ബീരാസക്ക നമ്മളൊപ്പം ചേരുന്നുണ്ട്. ബീരാസക്ക നമ്മൾ ഇവിടെ വന്നപ്പോൾ മനോഹരമായിട്ടാണ് താമരച്ചിറ കെട്ടിയെടുത്തിരിക്കുന്നത് അല്ലേ? എന്താണ് നമുക്ക് പറയാനുള്ളത്? പറയാൻ നല്ല ഇതാണ്. വെള്ളത്തിലൊക്കെ ഇറക്കാൻ ആൾക്കാർക്ക് സൗകര്യമുണ്ട്. കുറേ വെള്ളം ഇതുണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. നല്ല കാര്യം ഇത്. അപ്പോൾ ആ സ്ഥാനാർത്ഥി അടുത്ത വാർഡിലോട്ട് മത്സരിക്കുകയാണ് നമ്മൾ അല്ലേ? എന്തായിരിക്കും നമ്മുടെ ഒരു അഭിപ്രായം? സ്ഥാനാർത്ഥി ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ വൈകുന്നേരമായി പോയില്ലേ? സ്ഥാനാർത്ഥി ഇവിടെയായിരുന്നു നല്ലത്. നല്ലത്. രാത്രി 12 മണിക്ക് വിളിച്ചാലും പുള്ളിയാണ്. എന്ത് കാര്യത്തിന് വിളിച്ചാലും പുള്ളി അപ്പോൾ പോകണം. പിന്നെ ആവട്ടെ എന്ന് പറയില്ല. ആ കാര്യം കുറച്ചത് എനിക്കുള്ള അനുഭവം കേട്ടോ. അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ്, അപ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? ആ ബേസിൽ കുര്യാക്കോസ് ഇപ്പോൾ തൊട്ടടുത്ത വാർഡിലോട്ട് എന്താണ് നമുക്ക് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ബസ്സിൽ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ ലൈറ്റിട്ടുണ്ട്. അപ്പം ബസ്സിൽ ഒരുപാട് സഹായം ഇവിടെ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് വന്നിട്ടുണ്ട്. ചിറ കെട്ടിച്ചു, റോഡ് ശരിയാക്കി, ഇതൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും തെറ്റൊന്നുമില്ല. എന്നാലും നല്ലൊരു ആളായിരുന്നു അല്ലേ? താമരച്ചിറയുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മളോടൊപ്പം ചേരുന്നത് എൽദോസ് ആണ്. എൽദോസേ, അപ്പോൾ നമുക്ക് വെങ്ങോല പഞ്ചായത്തിൽ അല്ലെ ഇലക്ഷനൊക്കെ ആയല്ലേ? നമുക്ക് എന്താണ് നമ്മളെ മെമ്പർ, അതായത് പഴയ മെമ്പർ നമ്മളെ തൊട്ടടുത്ത വാർഡിലോട്ട് പോവാണ് മത്സരിക്കാനായിട്ട്, അവിടെ ഒരു അംഗം കുറിക്കാൻ. ഈ വാർഡിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമുക്ക് പറയാനുള്ളത്? ബേസിലേട്ടൻ ശരിയാണ്. ബേസിലേട്ടൻ നമുക്ക് സഹായം തന്നെയായിരുന്നു. ഇതിന് മുമ്പുണ്ടായിരുന്നപ്പോൾ അവർക്ക് പ്രവർത്തിക്കുന്നതിന് കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ മാറിപ്പോയി. പക്ഷെ ബേസിലേട്ടൻ ഈ കഴിഞ്ഞ 5 കൊല്ലം നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മൾ എന്ത് ആവശ്യത്തിന് ചെന്നാലും ബേസിലേട്ടൻ അത് അറിഞ്ഞ് ചെയ്യുകയും എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കാൻ കൂടെ നിൽക്കുന്ന ഒരാളാണ്. നമ്മളൊരു വീട് പണിയുന്ന ഒരു കാര്യത്തിന് വേണ്ടി ബേസിലേട്ടനായിട്ട് ബന്ധപ്പെട്ടു. പുള്ളി അത് പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പുറമ്പോക്ക് ഭൂമിയിൽ അവർക്കൊരു വീട് പണിയാൻ സാധിച്ചു. ഈ ചിറ ഒരുപാട് ആളിങ്ങനെ കിടന്നാണ് ഇതൊക്കെ ഒരുപാട് ചെയ്യാനായിട്ട് ചേട്ടന് ഒരുപാട് പ്രയത്നിച്ചു. ചേട്ടന് വക്കീലാണ് പുള്ളി. എന്നിട്ടും പുള്ളി അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി വരികയും രാവിലെ എപ്പോഴാണെങ്കിലും നമ്മൾ പുള്ളിനെ വിളിച്ചാൽ പുള്ളി നമ്മുടെ അടുത്തേക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി വരികയൊക്കെ ചെയ്യാറുള്ളതാണ്. പിന്നെ നാട്ടിലിപ്പോൾ വിളക്ക് ഇവിടെ വെട്ടം ഈ പറഞ്ഞ ഭായിമാരൊക്കെ പോവാറുണ്ട്. അതിന് മുമ്പത്തെ പ്രാവശ്യം പോലും പറയണേ നമുക്ക് വെട്ടം വേണം ഇവിടെ വഴിക്കൊക്കെ വിളക്കിടണമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അതൊന്നും സാധിച്ചില്ല. പക്ഷേ ഈ 5 കൊല്ലത്തിനിടയ്ക്ക് ബേസിലേട്ടൻ അത് സാധിച്ചെടുത്തു. റോഡ് ശരിയാക്കാൻ നമ്മുടെ കൂടെ വന്നു. അതിനെല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഒന്ന് ചെയ്തിരുന്നു. പിന്നെ അപ്പുറത്തേക്കുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം പുള്ളി വഴിയൊക്കെ ക്ലിയറാക്കാനൊക്കെ സഹായിച്ചു. പിന്നെ സൈഡുകളൊക്കെ വെട്ടാനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി ചെയ്തു. ചിലട്ടെന്നും പറിച്ച് നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരാളായിരുന്നത്. പുള്ളി നമ്മളിന്ന് പോകുമ്പോൾ സങ്കടമാണ്. പിന്നെ ഒരു സാഹചര്യങ്ങളല്ലേ. എന്തായാലും നാട്യങ്ങളില്ലാത്ത നാട്ടുകാരനായി മാറുകയാണ് അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ്. 23-ാം വാർഡിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായിരുന്നു താമരച്ചിറ. ഇത്
ഇനിയിപ്പോൾ 5-ാം വാർഡിലേക്ക് വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ചേർക്കപ്പെട്ട ഒരു സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അമൃത സരോവർ പദ്ധതിയിൽപ്പെടുത്തിയതിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു. മുമ്പ് ഏതാനും ഭാഗം കെട്ടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിന് ചുറ്റും ഒരു നടപ്പാത പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ചേർത്ത് നടപ്പാത നമ്മൾ ഇപ്പോൾ ഒന്ന് രൂപപ്പെടുത്തി അത് കട്ട വിരിച്ച് ഒരു വാക്വേ ആയിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു സായാഹ്ന വിശ്രമ കേന്ദ്രം എന്നുള്ള നിലയിൽ ഒന്ന് വികസിപ്പിച്ചെടുക്കാവുന്ന ഒരു സ്ഥലമായിട്ട് നമ്മളൊരു പദ്ധതി പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടും ഉണ്ട്. റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റോഡായി കട്ട വിരിച്ച് ഇത്ര നാളത്തെ കാലം ഉണ്ടായത് നല്ല മാറ്റമാണ് ഇപ്പോൾ നമ്മുടെ റോഡിന് വന്ന് കിട്ടിയത്. അതിലേറെ സന്തോഷം. ഞാൻ 23-ാം വാർഡിൽ വോട്ടറാണ്. എൻ്റെ പേര് ജോണി. 23-ാം വാർഡിനെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസിന് നല്ല വികസന പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്. തോട് എല്ലാം കട്ട വിരിച്ച് കംപ്ലീറ്റ് ക്ലിയറായി. എൻ്റെ വണ്ടി വരെ പോകാത്ത ഒരവസ്ഥ ആ റോഡിലുണ്ടായിരുന്നു. ആ റോഡ് വരെ നന്നാക്കി തന്ന ഒരു വ്യക്തിയാണ് ബേസിൽ കുര്യാക്കോസ്. അത് തന്നെ ഈ വാർഡിലെ ആൾക്കാർ അവരെ ബേസിലിനെ കണ്ട് പഠിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഈ വെങ്ങോല പഞ്ചായത്തിലെ 22-ാം വാർഡിൽ നമ്മൾ ഇലക്ഷൻ വരാറായില്ലേ? ഇതിപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇതിനു മുന്നേ എന്തൊക്കെയായിരുന്നു? 22-ലെ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അതിനകത്ത് വന്ന മെമ്പർമാരാരും ആ വെള്ളത്തിൻ്റെ കാര്യത്തിലൊരു വ്യക്തമായ തീരുമാനം എടുത്തിട്ടില്ല. അഡ്വക്കേറ്റ് ബേസിൽ അതിനകത്തൊരു തീരുമാനം എടുക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. നല്ലൊരു പ്രതീക്ഷയായിട്ടാണ് ബേസിൽ കുര്യാക്കോസ് തൻ്റെ തൊട്ടടുത്ത വാർഡിലോട്ട് വന്നിരിക്കുന്നത്. അതെ. പത്മിനി ചേച്ചി, നമുക്ക് നമ്മൾ ഇലക്ഷനൊക്കെ വരാറായില്ലേ? അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ വാർഡിൽ വേണ്ടത്? അപ്പം നമ്മളിവിടെ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസാണ്. അപ്പോൾ കഴിഞ്ഞ തവണ 23-ാം വാർഡിലായിരുന്നു അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ കുറേയേറെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. നമുക്ക് ഈ വാർഡിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വാർഡിൽ സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പറയാൻ പറ്റുമോ? റോഡുകൾ നന്നാക്കണം. എല്ലാ റോഡുകളും മോശമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ മെയിനായിട്ട്. പിന്നെ വെള്ളം ഉണ്ടാക്കുന്ന കുളങ്ങൾ അത് വിപുലീകരിക്കണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പം നിലവിൽ നമുക്കിവിടെ ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു ഒരു കഴിഞ്ഞ 5 വർഷം ഈ വാർഡ് എങ്ങനെയായിരുന്നു? 5 വർഷമായിട്ട് നിസ്സാര വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് എത്തിയിട്ടില്ല. എനിക്ക് ഈ വാർഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എൻ്റെ പറയുള്ളൂ. ഈ റോഡുകൾ നോക്കിയാൽ തന്നെ ഒറ്റ റോഡുകൾ നല്ല ടാറിട്ട റോഡില്ല ഒരു വിഷയത്തിലും. ആ സമയത്ത് നേരെ ഓപ്പോസിറ്റ് ബേസിലിൻ്റെ വാർഡിൽ പോയി നോക്കിയാൽ നമ്മൾ കണ്ണം ചിമ്പിക്കും. അത്രയ്ക്ക് നല്ല വികസനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബേസിൽ കുര്യാക്കോസിനെ ഏത് ഇതിൽ ഇവിടെ ജയിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്ത് ഭരണം ഇപ്പോൾ 2 വർഷം കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് ഭരിക്കുകയാണത്. ആ 2 വർഷത്തെ ഭരണം, ആ ഫണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നേരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ബേസിൽ കുര്യാക്കോസ്. കഴിഞ്ഞ വർഷം 23-ാം വാർഡിൽ ചുണ്ടമലപ്പുറത്തായിരുന്നു വിജയിച്ചിരുന്നത്. ഭരണസമിതിയിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം തൊട്ടടുത്ത വാർഡിലേക്കാണ് താങ്കൾ വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ വെക്കാനുള്ളൊരു വികസന കാഴ്ചപ്പാട്, അല്ല എന്താണ് നമുക്ക് ഈ വാർഡിൽ വേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ? നമ്മൾ വീണ്ടും ഒരു നിയോഗമെന്നുള്ള നിലയിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി നിശ്ചയിക്കുകയും ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പനയക്കുന്ന് എന്ന പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പ്രതിദാനം ചെയ്യുന്ന വാർഡ് 23-ൻ്റെ ചേർന്ന് കിടക്കുന്ന വാർഡ് 22-ആണ്. കഴിഞ്ഞ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വാർഡുകളെല്ലാം 3ഉം 4ഉം ഭാഗങ്ങളായിട്ട് വേർപിരിഞ്ഞ് പുതിയ വാർഡ് രൂപം കൊള്ളുകയും ഇപ്പോൾ വെങ്ങോല പഞ്ചായത്തിൽ 24 വാർഡ് ആവുകയും ചെയ്തു. പാലായിക്കുന്നിൻ്റെ വികസനം എന്ന് പറയുന്നത് വെങ്ങോലയുടെ വികസനമാണ്, നാടിൻ്റെ വികസനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള കുടിവെള്ളം. ആ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണം. പല കാലങ്ങളിലായിട്ട് പല പദ്ധതികൾ വരുന്നുണ്ട്. അത് ഏറ്റവും കാര്യക്ഷമമായിട്ട് അത് ഒരു സ്ഥലത്ത് പോരാ, പങ്കിമലയിൽ, ആനക്കല്ലിൽ എല്ലാം അത് ഒരിക്കലും വറ്റാത്ത നിലയിലുള്ള ഒരു കുടിവെള്ളം വിതരണം ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നാണ് കിടക്കുന്നത്. ഗ്രാമീണ റോഡുകളുണ്ട്, പൊതുമരാമത്തിൻ്റെ റോഡുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ 23-ാം വാർഡിൽ പ്രവർത്തിക്കുമ്പോൾ പോലും ഈ ഓണംകുളം ഊട്ടിമറ്റ റോഡിന് വേണ്ടിയിട്ട്
ഇടപെടൽ നടത്താനും അതിലേക്ക് വേണ്ടിയിട്ട് ചില ഫണ്ടുകൾ സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്ന നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇത് നല്ല നിലയിൽ വീതി കൂട്ടി ഏറ്റവും മനോഹരമായിട്ട് നാളുകളിലേക്ക് ഈ നാടിൻ്റെ മൂർച്ചയായി മാറ്റുന്ന നിലയിൽ തന്നെ അത് നവീകരിച്ച് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതൊരു കാർഷിക പ്രദേശമാണ്. ഈ കാർഷിക പ്രദേശത്ത് കാർഷിക വികസനത്തിന് വേണ്ട കാര്യങ്ങൾ, പാടശേഖരങ്ങൾ ധാരാളമുള്ള പ്രദേശമാണ്. എന്നാൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എന്തുമാത്രം ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിക്കപ്പെടണം. അപ്പോൾ അതിന് സമൃദ്ധമായ നിലയിൽ ഇവിടുത്തെ നെൽകൃഷിയെ അടക്കം സംരക്ഷിക്കുന്ന നിലത്തിൽ കർഷകർക്ക് സഹായമായ നിലയിലുള്ള ഒരു നിലപാട് മേഖലയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. പ്രധാനപ്പെട്ട ഈ നാടിൻ്റെ ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതാണ് പാലായിക്കുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. എത്രയോ വർഷങ്ങളായി ഇന്നും അവിടെ നമുക്ക് ഒരു കിടത്തി ചികിത്സ ലഭ്യമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത്രയധികം സൗകര്യങ്ങളുണ്ട്, ബഹുനില കെട്ടിടമാണ്. അപ്പോൾ ആ മതിയായ സ്റ്റാഫ് കാര്യങ്ങളുടെ അപര്യാപ്തതകളുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ഒരു കൂട്ടായ നല്ലൊരു എഫർട്ട് അതിന് വേണ്ടിയിട്ട് എടുത്താൽ ഈ ഹോസ്പിറ്റൽ ഈ നാടിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും വളരെ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ട്. നമ്മൾ വെറുതെ ഒരു അവകാശവാദത്തിന് വേണ്ടിയിട്ട് വികസനം എന്നുള്ളത് പറയുന്ന ഒരു വെറും വാഗ്ദാനമല്ല. കഴിഞ്ഞ 5 വർഷക്കാലം എന്താണോ 23-ാം വാർഡിൽ നടപ്പാക്കിയത്, അത് നമ്മളുടെ പ്രിയപ്പെട്ട വോട്ടർമാർ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹം നോക്കിക്കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എങ്ങനെ 23-ാം വാർഡിനെ പരിപാലിച്ചോ കാത്തു സൂക്ഷിച്ചോ അതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് തന്നെ ഈ വാർഡിൻ്റെ റോഡുകൾ, ഇവിടുത്തെ ജലാശയങ്ങൾ, ഇവിടുത്തെ തോടുകൾ, ഇവിടുത്തെ കുടിവെള്ള പ്രശ്നങ്ങൾ, ഇവിടുത്തെ ആരോഗ്യ മേഖല, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, കർഷക തൊഴിലാളികൾ, ഇവരുടെ എല്ലാവരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഒരു പുതിയ വെങ്ങോലയെ സൃഷ്ടിക്കാനുള്ള ഒരു ദൗത്യം, പുതിയൊരു പാലായിക്കുന്നിനെ സൃഷ്ടിക്കും. പുതിയൊരു വെങ്ങോലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ്, പുതിയൊരു പാലായിക്കുന്നിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു പോരാട്ടത്തിൽ ഇവിടുത്തെ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ച് ജോലി ചെയ്ത KSEB ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് സർക്കാരിനെ സമീപിച്ച് തീരുമാനമുണ്ടാക്കിയതും മെമ്പർ എന്ന നിലയിൽ ബേസിൽ കുര്യാക്കോസ് ആയിരുന്നു. നമ്മൾ പാലായിക്കുന്നിലെ CPM-ന്റെ മുതിർന്ന പ്രവർത്തകനും അവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ അവിടുത്തെ LDF-ന് ചുക്കാൻ പിടിക്കുന്ന ആളുമായി NR വിജയനോടൊപ്പമാണ് നമ്മളുള്ളത്. നമുക്ക് ചോദിക്കാം, NR വിജയനോട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ LDF-ന്റെ ആ വാർഡിലുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന്. NR വിജയൻ, നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ വാർഡിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതാണ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാളെ നിർത്താൻ കാരണം, എങ്ങനെ നമുക്കൊന്ന് പറയാൻ പറ്റും? ഇപ്പോൾ 23-ാം വാർഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വാർഡ് ശരിക്കും വെങ്ങോലയ്ക്കകത്തൊരു അവികസിതമായ ഭൂപ്രദേശമായിരുന്നു. ധാരാളം മലകളും കുന്നുകളും എല്ലാം ഉള്ള പ്രദേശം, വലിയ സ്ഥാപനങ്ങളില്ല. പാലായിക്കുന്ന് നിലവിലുള്ള ഏറ്റവും ഡെവലപ്ഡ് വാർഡ്. അവിടെ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞു. ആ അസാധ്യമെന്ന കാര്യമെന്ന് പറഞ്ഞാൽ കടുത്ത രാഷ്ട്രീയ വിരോധം പ്രകടിപ്പിക്കുന്ന ഒരാൾ പോലും ആ വാർഡിനകത്തുണ്ടായ വികസന നേട്ടങ്ങളെ ചെറുതാക്കി കാണില്ല. എത്ര രാഷ്ട്രീയമുള്ളവർക്ക് പോലും പറയാൻ കഴിയില്ല. അടിസ്ഥാനപരമായ ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളുടെ നിത്യജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ജനപ്രതിനിധി ഒരു ഭാഗത്ത്, ആ ജീവിതാവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടൽ. ആ ത്രിതല പഞ്ചായത്ത് സമിതിയുടെ ഭാഗമായിട്ടുള്ള വികസനം മാത്രമല്ല, വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി സഹായങ്ങൾ നേടാനും അതുവഴി ഈ നാടിൻ്റെ വികസനം എല്ലാവരുടെയും പിന്തുണയോടുകൂടി നടപ്പാക്കാൻ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്ത് അനുഭവം തൊട്ടടുത്ത് നിൽക്കുകയാണ്. അത് എങ്ങനെയാണ്, അതാണ് ശരിക്കും ജീവിതത്തിൽ മനുഷ്യൻ നേരിട്ട് കാണുന്ന ഈ യാഥാർത്ഥ്യം. അതിന് സിംഗപ്പൂർ മോഡലെന്നോ അല്ലെങ്കിൽ വെങ്ങോല മോഡലെന്നോ അല്ലെങ്കിൽ കേരള മോഡൽ എന്ത് വേണം വിളിക്കാം. ഒരു ഭാഗത്ത് നേരിട്ട് കാണണം. നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ തലങ്ങളിലും വികസനം എത്തിയൊരു കാലം, അത് വലിയ പ്രതീക്ഷയോടുകൂടി സാധാരണ സംഭവിക്കില്ലെന്ന് കരുതിയ വികസനങ്ങൾ, പ്രത്യേകിച്ച് റോഡിൽ മാറ്റങ്ങളുണ്ടായി. അത് കാണുന്ന ഒരു ജനതയാണ് തൊട്ടടുത്ത് കിടക്കുന്ന 22-ാം വാർഡിലെ ജനങ്ങൾ. അത് താരതമ്യ പഠനത്തിന് വിധേയമാണ്. അപ്പോൾ ബേസിൽ കുര്യാക്കോസ് ഇത്തവണ 22-ാം വാർഡിൽ മത്സരിക്കാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി തീരുമാനിക്കാനുള്ള മുഖ്യമായ കാരണങ്ങളിൽ ഒന്നതാണ്. ഈ മോഡൽ ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടണം. ബേസിൽ കുര്യാക്കോസിൻ്റെ ആ നേതൃത്വപരമായിട്ടുള്ള പങ്കും കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ മികവാർന്ന പ്രവർത്തനവും നമുക്ക് കൂടി എങ്ങനെയാണ് അനുഭവവേദ്യമാക്കാൻ കഴിയുക എന്നുള്ള ഒരു പരീക്ഷണം ഇവിടെ നടക്കാൻ പോവുകയാണ്. ആ പരീക്ഷണകത്ത് സ്വാഭാവികമായും വെങ്ങോലയുടെ 22-ാം വാർഡിലെ ജനങ്ങൾ ഈ 23 എന്ന് പറയുന്ന അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കണ്ടുപോകുന്ന വാർഡും തങ്ങൾ ജീവിക്കുന്ന ഈ വാർഡിൻ്റെ പ്രത്യേകതയും സവിശേഷതയും താരതമ്യ പഠനത്തിന് വിധേയമാക്കും. ആ താരതമ്യ പഠനത്തിന് വിധേയമായി കഴിഞ്ഞാൽ വലിയ മാറ്റം, വലിയ നിലയ്ക്കുള്ള ഒരു വിജയം ബേസിൽ കുര്യാക്കോസിനും ഇടതുപക്ഷ മുന്നണിക്ക് വെങ്ങോലയിലെ മോഡൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ മാറി ചിന്തിക്കാൻ സാധിക്കും. നമ്മളുടെ
നമ്മളോട് NR വിജയൻ പങ്കുവച്ച വലിയ കാര്യങ്ങൾ, വലിയ നേട്ടങ്ങൾ തൊട്ടടുത്ത വാർഡിലും കാഴ്ചവെക്കാൻ അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസിന് സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ആളുമായി, മറ്റൊരു നാട്ടിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.